എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ക്രിയേറ്റിവിറ്റി, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഇത്രയും കോൺസെപ്റ്റ് പഠിച്ചു. അതിൻ്റെ കൂടെയുള്ളൊരു കോൺസെപ്റ്റാണ് മെഷർമെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ദ ഡിഫറെൻറ്റ് ടെസ്റ്റ് ഫോർ മെഷറിങ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ദ സൈക്കോളജിക്കൽ ടൂൾ used to assess the creativity of an individual is called creativity test. ഒരു വ്യക്തിയുടെ സർഗാത്മകത അല്ലെങ്കിൽ ക്രിയാത്മകത അളക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വിവിധ ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരീക്ഷകൾക്കാണ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് മേ ബി യൂസ്ഡ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽസ് and also for assessing the extent of their creative abilities. എന്തിനാണ് ഈ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽസ്, സർഗാത്മകത ഉള്ള വ്യക്തികളെ കണ്ടെത്താനും, ആൻഡ് ഫോർ അസസിങ് ദ എക്സ്റ്റെന്റ് ഓഫ് ദർ ക്രിയേറ്റീവ് എബിലിറ്റീസ്, അവരുടെ സർഗാത്മകത എത്രത്തോളമുണ്ട്, അതിൻ്റെ ആഴം എത്രയാണ്, അത് കണക്കാക്കാൻ വേണ്ടിയുള്ളതാണ് ഓരോ ക്രിയേറ്റിവിറ്റി ടെസ്റ്റും. It was Dearborn who first attempted in 1892 to study the imaginative responses of Harvard students and faculty to a series of inkblots. ആദ്യമായിട്ട് ഈ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി മെഷർമെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്ത് സൈക്കോളജിസ്റ്റായ ഡിയർബോൺ ആണ്. അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർക്കും കുട്ടികൾക്കുമാണ് ഇത് ആദ്യമായിട്ട് ഈ എക്സാം കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്തത്. അദ്ദേഹം ഒരു സീരീസ് ഓഫ് ഇങ്ക്ബ്ലോട്ട്സ് അവർക്ക് കൊടുക്കുകയും അതിനെ ബേസ് ചെയ്ത് അവരുടെ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുകയാണ് ചെയ്തത്. ഇതൊരു സക്സസ്ഫുൾ ആണെന്ന് കണ്ട ശേഷം ഒരുപാട് സൈക്കോളജിസ്റ്റ് പുതിയ ക്രിയേറ്റിവിറ്റി മെഷർമെൻറ്റ് ടെക്നിക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആളാണ് എലിസ് ടോറൻസ്. എലിസ് ടോറൻസ്, popularly known as father of creativity, developed Torrance test of creative thinking. ഫാദർ ഓഫ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് എലിസ് ടോറൻസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ക്രിയേറ്റിവിറ്റി ടെസ്റ്റാണ് ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഹി വാസ് എ ഫാക്കൽറ്റി മെമ്പർ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ട യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനായിരുന്നു എലിസ് ടോറൻസ്. The test became a benchmark method for quantifying creativity and created a platform for all the research on the subject since then. അദ്ദേഹത്തിൻ്റെ ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി വന്നതിന് ശേഷം അതായിരുന്നു ഒരു ബെഞ്ച് മാർക്കായിട്ട് അല്ലെങ്കിൽ ഒരു അളവുകോലായിട്ട് കണക്കാക്കിയിരുന്നത് ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി. അത്രമാത്രം എഫക്റ്റീവ് ആയിരുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. അടുത്ത് വലാക് ആൻഡ് കോഗൻ ക്രിയേറ്റിവിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്. അടുത്ത് മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, റിമോട്ട് അസോസിയേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റാറ്റ്, ഗെറ്റ്സെൽസ് ആൻഡ് ജാക്സൺസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഈ 5 ക്രിയേറ്റിവിറ്റി ടെസ്റ്റാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവ ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇറ്റ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ 1959 ആൻഡ് മോഡിഫൈഡ് ഇൻ 1962. The test consists of 2 subtests, verbal and figural. The verbal section includes ask and guess, product improvement and unusual uses. ടോറൻസ് ടെസ്റ്റിന് 2 സബ് ടെസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വെർബലും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കലും വാചികമായിട്ടുള്ള കാര്യങ്ങളും, അടുത്ത് ഫിഗറൽ, നമ്മൾ ഫിഗർ തന്നിട്ട് അതിനുള്ള റെസ്പോൺസും കൊടുക്കുന്നത്. അങ്ങനെ 2 സബ് ടെസ്റ്റാണ് അതിലുള്ളത്. അതിൽ വെർബൽ സെക്ഷനിലുള്ളത് ആസ്ക് ആൻഡ് ഗസ് എന്നുള്ളതും പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് അൺയൂഷ്വൽ യൂസസ്. നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. In the ask and guess sections, the examinee is given a picture and asked what has led to the scenes in the picture and what might happen in the next. ഒരു പിക്ചർ കൊടുക്കും, എന്നിട്ട് ആരാണോ ടെസ്റ്റിന് ഇരിക്കുന്നത് അയാളോട് ചോദിക്കും എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്, ഈ പിക്ചറിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. അന്ന് അതിനെക്കുറിച്ച് കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് അയാളുടെ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നത്. അടുത്തതാണ് പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റിനകത്ത് ദ എക്സാമിനർ ഈസ് ഗിവൺ ദ പിക്ചർ ഓഫ് എ ടോയ് ആൻഡ് ആസ്ക്ഡ് ടു സജസ്റ്റ് ദ ചേഞ്ചസ് ഇൻ ദ ടോയ് സോ ആസ് ടു മേക്ക് ഇറ്റ് മോർ ഫൺ ഫോർ പ്ലേയിങ്. ഒരു ടോയുടെ ഫിഗർ കൊടുക്കും, എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ടോയിൽ വരുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ കളിപ്പാട്ടത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും ടു മേക്ക് ഇറ്റ് മോർ ഫൺ ഫോർ പ്ലേയിങ്, കളിക്കാൻ വേണ്ടി കൂടുതൽ രസകരമായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ആ കളിപ്പാട്ടത്തിൽ വരുത്താൻ പറ്റുന്നത് എന്നാണ് കുട്ടി പറയേണ്ടത്. ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ unusual uses, the examinee is asked to give as many unusual uses as he can for a common object. ഒരു സാധാരണ ഒരു വസ്തു കുട്ടിയെ
കുട്ടിക്ക് കൊടുക്കുകയും ഈ വസ്തു ഉപയോഗിച്ച് എന്തെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിൽ ഈ വസ്തുവിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കുട്ടി പറയേണ്ടത്. ടൊറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റിയുടെ വെർബൽ സെക്ഷനിലുള്ള 3 നമ്മൾ പഠിച്ചത്. ആസ്ക് ആൻഡ് ഗസ്, പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റ് ആൻഡ് അൺയൂഷ്വൽ യൂസസ്. അടുത്തതാണ് ഫിഗറൽ ടെസ്റ്റ്. In the figural test, the examinee has to draw a picture representing an object and to tell an interesting and exciting story associated with the picture. ഒരു ചിത്രത്തെ ആസ്പദമാക്കിയുള്ള പരീക്ഷയിൽ കുട്ടിക്ക് ഒരു വസ്തു കൊടുക്കുകയും ആ വസ്തുവിനെ ആസ്പദമാക്കി ഒരു ചിത്രം വരയ്ക്കുകയും അതിനെ ബേസ് ചെയ്ത് ഒരു എക്സൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഈ സ്റ്റോറിയെ ബേസ് ചെയ്താണ് കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നത്. ടൊറൻസ് ടെസ്റ്റ് ക്യാൻ ബി അഡ്മിനിസ്റ്റേർഡ് ടു സ്മോൾ ചിൽഡ്രൻ ആസ് വെൽ ആസ് അഡൾട്ട്സ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ടൊറൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അവരെ ക്രിയേറ്റിവിറ്റി ലെവൽ മെഷർ ചെയ്യാൻ പറ്റും. ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ടെസ്റ്റ് 3 marks ആർ ഗിവൻ ടു ദി എക്സാമിനി, 1 ഫോർ ഒറിജിനാലിറ്റി, ഫ്ലുവൻസി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ഈച്ച് ഫോർ ഓൾ കറക്റ്റ് റെസ്പോൺസസ്. ആകെ 3 മാർക്കാണ് കൊടുക്കുന്നത്. എന്തിന് ബേസ് ചെയ്താണ്? ഒറിജിനാലിറ്റി, ഫ്ലുവൻസി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഓരോ മാർക്കും കറക്റ്റ് റെസ്പോൺസ് ആണെങ്കിൽ കുട്ടിക്ക് കൊടുക്കാം. The examinees' total scores are evaluated against a set of common criteria for creative achievement. കോമൺ ക്രൈറ്റീരിയയെ ബേസ് ചെയ്താണ് ഇതിൻ്റെ മാർക്കും അതിൻ്റെ അസസ്മെൻറ്റും ഉള്ളത്. അങ്ങനെയാണ് ടൊറൻസ് ടെസ്റ്റ് കുട്ടികളിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അടുത്തതാണ് വലാക് ആൻഡ് കോഗൻ ക്രിയേറ്റിവിറ്റി ഇൻസ്ട്രുമെൻറ്റ്. വലാക് ആൻഡ് കോഗൻ, 2 American psychologists, developed and standardized a test of creativity in 1965 to measure the creative thinking ability of children. കുട്ടികളുടെ സർഗാത്മകത കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച പ്രശസ്തമായ ഒരു ടെസ്റ്റാണ് വലാക് ആൻഡ് കോഗൻ ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. അവർ 2 അമേരിക്കൻ മനഃശാസ്ത്രജ്ഞരായിരുന്നു. അവർ ഡെവലപ്പ് ചെയ്ത് സ്റ്റാൻഡർഡൈസ് ചെയ്ത ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് വലാക് ആൻഡ് കോഗൻ ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ദിസ് ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 5 tasks: instances, alternate use, similarities, pattern meanings and line meanings. First one, instances. The individual is required to generate possible instances of a class concept that is specified in verbal terms. അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ കുട്ടികളോട് ക്ലാസ്സിൽ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പറയുകയും അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഇൻസ്റ്റൻസസ് എന്നുള്ളത്. അതിൽ നമുക്ക് കുട്ടികളോട് വേണമെങ്കിൽ ചോദിക്കാം, ഇന്ന് നമ്മൾ സ്ക്വയർ എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചതുരം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പഠിച്ചത്. ഇനി ഈ ക്ലാസ് റൂമിൽ ചതുരത്തിൽ കാണുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? അടുത്ത് ഓൾട്ടർനേറ്റ് യൂസ്. ദ ചൈൽഡ് ഈസ് റിക്വയർഡ് ടു ഗീവ് പോസിബിൾ യൂസസ് ഫോർ എ വെർബലി സ്പെസിഫൈഡ് ഒബ്ജക്റ്റ്. അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഒരു വസ്തുവിൻ്റെ പേര് പറയുകയും അതിനെ മറ്റെന്തെല്ലാം രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് കുട്ടി അതിന് ഉത്തരം പറയേണ്ടത്. നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പർ തന്നു, അതിനെ ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാം, അതൊരു എക്സാമ്പിളാണ്. സിമിലാരിറ്റീസ്. ഇൻ ദിസ് ആക്ടിവിറ്റി ദ ചൈൽഡ് ഈസ് ആസ്ക്ഡ് ടു ജനറേറ്റ് പോസിബിൾ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ 2 വെർബലി ഗിവൺ ഒബ്ജക്ട്സ്. 2 വസ്തുക്കളുടെ പേര് നിങ്ങളോട് പറയും. ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, സാമ്യതകൾ എന്തൊക്കെയാണെന്നാണ് കുട്ടി കണ്ടുപിടിക്കേണ്ടത്. പേനയും പെൻസിലും തന്നിട്ട് ഇതിന് തമ്മിലുള്ള സിമിലാരിറ്റീസ് ഏതൊക്കെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക. അടുത്ത് പാറ്റേൺ മീനിങ്സ്. This involves 8 different visual stimulus materials in the form of drawings, each printed on separate card. Each of the 8 cards are presented to a child and asked to generate possible meanings or interpretations for each of the abstract visual design. പാറ്റേൺ മീനിങ്സ് അല്ലെങ്കിൽ പാറ്റേൺസിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി കുട്ടിക്ക് എങ്ങനെയാണ് 8 വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ കുട്ടിയെ കാണിച്ചു കൊടുക്കുകയും ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഇത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് ഒരു ടെസ്റ്റ്. അടുത്ത ലൈൻ മീനിങ്സ്. In this activity, the child is faced with one or another form of line and is asked to generate meanings or interpretations relevant to the form of the line. There are 10 items in the activity, each printed on a separate card. കുട്ടികൾക്ക് ലൈൻ അല്ലെങ്കിൽ വരകൾ ഉള്ള കുറച്ച് കാർഡുകൾ കൊടുക്കുകയും ഈ ലൈൻസ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് ഈ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, അതിനെക്കുറിച്ചാണ് കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 5 കോൺസെപ്റ്റാണ് വലാക് ആൻഡ് കോഗൻ ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റിയിലുള്ളത്. ഏതൊക്കെയാണ്? ഇൻസ്റ്റൻസസ്, ഓൾട്ടർനേറ്റ് യൂസ്, സിമിലാരിറ്റീസ്, പാറ്റേൺ മീനിങ്സ് ആൻഡ് ലൈൻ മീനിങ്സ്. അടുത്തതാണ് മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ദിസ് ടെസ്റ്റ് വാസ് അഡ്മിനിസ്റ്റേർഡ് ബൈ ടൊറൻസ് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് to elementary school students in Minnesota. Later, this test was renamed as Torrance Test of Creative Thinking by Ellis Torrance.
മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ആദ്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തത് മിനസോട്ടയിലെ എലിമെൻ്ററി സ്കൂൾ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്. ഇത് അഡ്മിനിസ്റ്റർ ചെയ്തത് ടൊറൻസും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും കൂടെ ചേർന്നിട്ടാണ്. അവർ പിന്നീട് ആ ടെസ്റ്റിനെ പേര് മാറ്റിയാണ് ടൊറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നാക്കിയത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച അതേ സെയിം ടെസ്റ്റ് തന്നെയാണ് മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ചില ബുക്കിൽ ഇത് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതും കൂടെ ആഡ് ചെയ്തേക്കുന്നത്. അടുത്ത് റിമോട്ട് അസോസിയേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റാറ്റ്. ദിസ് ടെസ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ മെറ്റ്നിക് ആൻഡ് മെറ്റ്നിക് ഇൻ 1971. ദിസ് ടെസ്റ്റ് ഇസ് മെന്റ് ഫോർ അഡോളസൻസ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് 40 ഐറ്റംസ്. ഇത് സാധാരണ കൗമാരക്കാരായ കുട്ടികൾക്കുള്ള ടെസ്റ്റാണ് റിമോട്ട് അസോസിയേഷൻ ടെസ്റ്റ്. അടുത്തതാണ് ഗെറ്റ്സെൽസ് ആൻഡ് ജാക്സൺസ് ടെസ്റ്റ്. അത് 1962 പബ്ലിഷ് ചെയ്തത്. ഗെറ്റ്സെൽ ആൻഡ് ജാക്സൺ എന്ന 2 മനഃശാസ്ത്രജ്ഞർ ചേർന്നാണ് ഈ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൽ 5 ഐറ്റംസ് ആണുള്ളത്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, തിങ്സ് ടെസ്റ്റ്, ഹിഡൻ ഷേപ്സ് ടെസ്റ്റ്, ഫേബിൾസ് ടെസ്റ്റ് ആൻഡ് മേക്കപ്പ് പ്രോബ്ലംസ്. First one, word association test. Here, the students are required to give as many as definitions as possible of a fairly common word. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്ക് കുട്ടിയോട് പറയും. ആ വാക്കിനെ അസോസിയേറ്റ് ചെയ്ത് കുട്ടിക്ക് അറിയാവുന്ന ഡെഫിനിഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ വാക്കിനെ കുറിച്ച് കുട്ടിക്ക് അറിയാവുന്ന അത് പറയുന്നതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. മിൽക്ക് എന്നാണ്, അല്ലെങ്കിൽ മദർ, എലിഫന്റ്, കൗ, അങ്ങനെ ഏതെങ്കിലും നമുക്ക് സാധാരണയായിട്ട് അറിയാവുന്ന ഒരു വാക്ക് കുട്ടിയോട് പറയും. അതിനെക്കുറിച്ച് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡെഫിനിഷൻസും പറയുന്ന ടെസ്റ്റാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അടുത്ത് തിങ്സ് ടെസ്റ്റ്. Here, the individual is required to give as many as uses as he can of a common object given to him. കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പരമാവധി ഉപയോഗങ്ങൾ പറയുക. ഇപ്പോൾ ഒരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലാസിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പെൻസിലാണ് കൊടുത്തെങ്കിൽ പെൻസിൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്. ഇതാണ് തിങ്സ് ടെസ്റ്റിൽ പറയാനുള്ളത്. അടുത്ത ഹിഡൻ ഷേപ്സ് ടെസ്റ്റ്. Here, the subject is shown a card with a simple geometric figure on it. Then, he is required to find that figure which is hidden in a more complex form or pattern. കുട്ടിക്ക് ഒരു ചിത്രം കൊടുക്കുകയും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഈ പടത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അത് കണ്ടുപിടിക്കുന്നതാണ് ഹിഡൻ ഷേപ്സ് ടെസ്റ്റ്. അടുത്ത ഫേബിൾസ് ടെസ്റ്റ്. ഹിയർ ദ സബ്ജക്റ്റ് ഇസ് പ്രൊവൈഡ് വിത്ത് ഷോർട്ട് ഫേബിൾസ് ഫ്രം വിച്ച് ദ ലാസ്റ്റ് ലൈൻ ഇസ് മിസ്സിംഗ് ഇൻ ഈച്ച് ഫേബിൾ. കുട്ടിക്ക് ഒരു കഥയുടെ പകുതി ഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗവും കുട്ടിയോട് പറയും. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്താണെന്ന് കുട്ടി ചിന്തിച്ച് പറയണം. അതാണ് ഫേബിൾസ് ടെസ്റ്റ്. അടുത്ത മേക്കപ്പ് പ്രോബ്ലംസ്. ഹിയർ ദ സബ്ജക്റ്റ് ഇസ് ഗിവൺ എ നമ്പർ ഓഫ് കോംപ്ലക്സ് പാരാഗ്രാഫ്സ് കണ്ടെയ്നിങ് സോ മെനി ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ദെൻ ഹി ഈസ് ആസ്ക്ഡ് ടു മേക്കപ്പ് ആസ് മെനി മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആസ് ഹി ക്യാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ പാരാഗ്രാഫ്. കുട്ടിക്ക് ഒരു പാരാഗ്രാഫ് കൊടുക്കുകയും അതിൽ നിന്ന് എത്രമാത്രം ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതാണ് മേക്കപ്പ് പ്രോബ്ലംസ് എന്നുള്ള ടെസ്റ്റിലുള്ളത്. ഗെറ്റ്സെൽസ് ആൻഡ് ജാക്സൺ ടെസ്റ്റിൽ 5 ടെസ്റ്റ് ആണുള്ളത്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, തിങ്സ് ടെസ്റ്റ്, ഹിഡൻ ഷേപ്സ് ടെസ്റ്റ്, ഫേബിൾസ് ടെസ്റ്റ് ആൻഡ് മേക്കപ്പ് പ്രോബ്ലംസ്. നമ്മൾ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റും പഠിച്ചു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ട കോൺസെപ്റ്റ് ഏതൊക്കെയാണ്? ഹൂ ഇസ് നോൺ ആസ് ഫാദർ ഓഫ് ക്രിയേറ്റിവിറ്റി? ആരാണ്? എലിസ് ടോറൻസ്. ഡിഫറെൻറ്റ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, വലാക് ആൻഡ് കോഗൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, റിമോട്ട് അസോസിയേഷൻ ടെസ്റ്റ്, മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ഗെറ്റൽസ് ആൻഡ് ജാക്സൺസ് ടെസ്റ്റ്. ഇത്രയാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി ടെസ്റ്റ്. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിന്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.